എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 500 സ്ക്വയർ ഫീറ്റ് എക്സ്റ്റൻഷൻ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ റൂഫ് പ്ലാസ്റ്റിംഗ് ആണ് ഞങ്ങളിന്നിവിടെ ചെയ്യുന്നത്. റൂഫ് പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എക്സ്റ്റൻഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ പഴയ റൂഫിൻ്റെ ടോപ്പിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടാണ് പുതിയ റൂഫിൻ്റെ കോൺക്രീറ്റ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. തട്ട് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം 15-20 ദിവസങ്ങൾക്ക് ശേഷം തട്ട് പൊളിച്ചു മാറ്റിയിട്ട് പാരപ്പറ്റ് കെട്ടുവാനും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുവാനും ഒക്കെ നമ്മൾ തട്ടിൻ്റെ മുകളിലിട്ടാണ് സാധാരണ മോർട്ടാർ മിക്സ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ തട്ടിൻ്റെ മുകളിലിട്ട് മോർട്ടാർ മിക്സ് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് അതിൻ്റെ അംശങ്ങൾ തട്ടിൽ പറ്റിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ടാവും. അങ്ങനെ തട്ടിലെ മോർട്ടാറിൻ്റെ അംശങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് 2-3 തവണ നല്ല രീതിയിൽ കഴുകി മാറ്റുക. അതിനുശേഷം വാട്ടർ ലെവൽ ചെക്ക് ചെയ്തിട്ട് 2 സെൻറ്റിമീറ്റർ കൂടുതൽ കനം വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേബി മെറ്റൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്തു കൊടുക്കുക. അതിനുശേഷം മാത്രമേ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പാടുള്ളൂ. പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ സിമൻറ്റ് പൊടിയോ ഗ്രൗട്ടോ വെച്ച് ഒരു കാരണവശാലും ഫിനിഷിങ് ചെയ്യരുത്. സിമൻറ്റ് പൊടിയോ ഗ്രൗട്ടോ ഒക്കെ വെച്ച് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ വെയിലുള്ള കാലാവസ്ഥയിൽ തട്ട് പ്ലാസ്റ്ററിങ്ങിന് ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ വീഴുകയും ഭാവിയിൽ നല്ല രീതിയിലുള്ള ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരു ബാഗ് സിമൻറ്റിന് 200 മില്ലിഗ്രാം എന്ന മിക്സിംഗ് റേഷ്യോയിൽ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടർ ഫിക്സിറ്റിൻ്റെ കെമിക്കലുകൾ കൂടി ഉപയോഗിക്കുക.